ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. എന്തിന്? നിയമാവർത്തനം 6:5 നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ. ആശ്വാസത്തിന് നമുക്ക് ഓടിച്ചെല്ലാവുന്ന ഒരേ ഒരിടം ദൈവസന്നിധി. നമുക്കായി തുടിക്കുന്ന ഈശോയുടെ ഹൃദയം നമ്മെ വിളിക്കുന്നു. നമുക്കായി മുറിഞ്ഞ ഈശോയുടെ ഹൃദയം നമ്മെ വിളിക്കുന്നു. നമുക്കായി അവസാനത്തുള്ളി രക്തവും ഒഴുക്കിത്തന്ന ഈശോയുടെ ഹൃദയം നമ്മെ വിളിക്കുന്നു. നമ്മെ വീണ്ടെടുത്ത ഈശോയുടെ ഹൃദയം നമ്മെ വിളിക്കുന്നു. എന്നെ വിളിക്കുന്നു, നമ്മെ വിളിക്കുന്നു, നാം ഓരോരുത്തരെയും വിളിക്കുന്നു. വ്യക്തിപരമായി വിളിക്കുന്നു യേശു ഭവനിലേക്ക്. 1 മണിക്കൂർ ഈശോയോടൊപ്പം ഉണർന്നിരിക്കണമെന്ന ഈശോയുടെ ആഗ്രഹത്തോട് പ്രത്യുത്തരിക്കാൻ ഈശോ വിളിക്കുന്നു. യേശു ഭവനിൽ 40 മണിക്കൂർ ആരാധന. വ്യത്യസ്ത ഇടവകകളും സന്യസ്തരും സമർപ്പിതരും വാദ്യമേളങ്ങളോടെ തങ്ങൾക്ക് കിട്ടിയ 1 മണിക്കൂറിനെ തിരുമണിക്കൂറാക്കുന്നു. അങ്ങനെ 40 തിരുമണിക്കൂറുകൾ യേശുവിൻ്റെ ഭവനത്തിൽ, യേശു ഭവനിൽ. രാജാധിരാജനായ ഈശോനാഥൻ സകല മലഹമാരുടെയും വിശുദ്ധരുടെയും അകമ്പടിയോടെ സകല സ്വർഗീയ വൃന്ദങ്ങളോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന് യേശു ഭവനിലിരുന്ന് ദൈവമക്കൾക്ക് ദർശനം നൽകി ആശ്വസിപ്പിക്കുന്ന മണിക്കൂറുകൾ, നമ്മെ ശക്തിപ്പെടുത്തുന്ന തിരുമണിക്കൂറുകൾ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാം ചെയ്യുമ്പോൾ നമുക്ക് അസാധ്യമായത് ദൈവം നമുക്കായി ചെയ്തു തരും. 1 മണിക്കൂർ ആ തിരുസന്നിധിയിൽ ഉണർന്നിരിക്കാൻ നീ തയ്യാറാണോ? നിനക്കസാധ്യമെന്ന് നീ കരുതുന്നത് ദൈവം നിനക്കായി ചെയ്തു തരും. നമുക്കൊരുമിച്ച് ആരാധിക്കാം, വിടുതൽ നേടാം, സ്വതന്ത്രരാകാം, സ്വർഗം നേടാം. ആമേൻ.